താലിയോഗം ഭാഗം 16. ഞാൻ സ്നേഹിക്കുന്നത് അർജുൻ ദേവരയേരെയാണ്. ആ മനുഷ്യൻ സ്നേഹിക്കുന്നത് എന്നെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിനക്കോ മറ്റാർക്കോ അവകാശമില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ പേടിച്ചിരുന്നു. ആ വാക്ക് കേട്ടപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. പക്ഷേ ഇനി ഞാൻ പേടിക്കില്ല. അവന്റെ ചിരി പതിയെ മങ്ങി. നീ പറഞ്ഞത് പോലെ എന്തിനു കൂടെ നിൽക്കുന്ന ആളാണ് അർജുൻ ദേവരയ്യർ. ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ ഒരു വിശ്വാസം നിറഞ്ഞു. അപ്പോ എന്നെ സംരക്ഷിക്കാൻ ആ മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. വിക്രം ആദ്യമായി മറുപടിയില്ലാതെ അവളെ നോക്കി നിന്നു. അതുകൊണ്ട് ഇനി നിന്റെ ഭീഷണിയുമായി എന്റെ അടുത്തേക്ക് വരണ്ട. ഞാനിനി പേടിക്കുകയുമില്ല. അത്രയും പറഞ്ഞ് അവൾ ടേബിളിൽ കിടന്നിരുന്ന ബുക്കുകൾ എടുത്തു. വിക്രമിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴും അവൾ ഒരു നിമിഷം പോലും പിന്നോട്ട് നോക്കിയില്ല. പക്ഷേ അവൾ അകന്നു പോകുന്നത് നോക്കി അവൻ നിന്നു. നന്ദിതയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഉറച്ച ധൈര്യം വിക്രമിന്റെ ഉള്ളിൽ അസ്വസ്ഥനാക്കി. ഇത്ര നേരം ഭയന്ന് നിന്ന ആ സ്ത്രീയായിരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ടത് ഭയമല്ല, ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. അവളുടെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നെ സംരക്ഷിക്കാൻ അർജുൻ ദേവരയർ ഉണ്ടല്ലോ. അത് കേട്ട നിമിഷം തന്നെ അവന് ഉള്ളിൽ ദേഷ്യം പടർന്നു. പക്ഷേ ആ ദേഷ്യത്തിനും അപ്പുറം ഒരു പേടിയായിരുന്നു അവനെ അലട്ടിയത്. ഇനി രംഭ ഇതറിഞ്ഞാൽ? ആ ചിന്ത വന്ന നിമിഷം തന്നെ അവന്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. രംഭയെക്കുറിച്ച് ലോകം എന്തൊക്കെ വാഴ്ത്തിയാലും അവൾ എത്രത്തോളം അപകടകാരിയാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അവനായിരുന്നു. ആരെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് ഇടയിൽ കയറിയാൽ അവൾ എന്ത് അവരെ ചെയ്യുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല. വിക്രം പെട്ടെന്ന് ഫോൺ എടുത്തു. അവൻ ഗായത്രിയുടെ നമ്പർ ഡയൽ ചെയ്തു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഫോൺ എടുത്തു. ഹലോ വിക്രം. എന്താ വിക്രം? ഗായത്രിയുടെ ശബ്ദം കേട്ടതും അവൻ ചുറ്റും ഒന്ന് നോക്കി. ലൈബ്രറിയുടെ കോറിഡോറിലേക്ക് മാറി നിന്നു. ഞാൻ നന്ദിതയെ കണ്ടു. പക്ഷേ അവൾക്ക് യാതൊരു പേടിയുമില്ല ഇപ്പോ നമ്മളെ. അവൻ അടക്കി പിടിച്ച ദേഷ്യത്തോടെ പറഞ്ഞു. എന്തുപറ്റി? വിക്രം നടന്നതെല്ലാം ഓരോന്നായി പറഞ്ഞു. നന്ദിത പറഞ്ഞ വാക്കുകൾ, അവളുടെ ധൈര്യം, അർജുനോടുള്ള വിശ്വാസം എല്ലാം. അത് കേട്ട് കുറച്ചു നിമിഷം ഗായത്രി മിണ്ടാതെയിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു അതിശയമുണ്ടായിരുന്നു. പറഞ്ഞു. വിക്രം പല്ല് ഞെരിച്ചു പറഞ്ഞു. ഇനി എന്താ പരിപാടി? ഗായത്രി ശാന്തമായി ചോദിച്ചു. ചേച്ചി എത്തിയോ വിക്രം? ഗായത്രി ഉടൻ ചോദിച്ചു. ഇല്ല, ഇന്ന് രാത്രിയാകും എത്തുക. ഇതൊക്കെ പറയണോ അവളോട്? അവന്റെ ചോദ്യം കേട്ട് ഗായത്രി ഒന്ന് ചിരിച്ചു. പറയണ്ട. പിന്നെ നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം. വിക്രം നെറ്റി ചൊളിച്ചു. എങ്ങനെ? അതൊക്കെയുണ്ട്. ഗായത്രിയുടെ ശബ്ദം പതുക്കെയായി. ഇനി ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടത് നിന്റെ ചേച്ചിയാണ്. നമ്മൾ നേരിട്ട് കളത്തിൽ ഇറങ്ങണ്ട. എന്തിന്? കാരണം എനിക്ക് നന്ദനെ വേണം. അവളുടെ ശബ്ദം അല്പം കടുപ്പമായി. ഞാൻ ഈ കേസിലൊക്കെ ഇടപെട്ടാൽ അവൻ എന്നിൽ നിന്നും വീണ്ടും അകന്നു പോകും. ഇപ്പൊ തന്നെ അവൻ എന്നോട് ദേഷ്യമാണ്. വിക്രം നിശബ്ദനായി. നീ മനസ്സിലാക്കണം വിക്രം, ചില കളികൾ നേരിട്ട് കളിക്കരുത്. നമ്മൾ സൈലന്റ് ആയി നിൽക്കണം. കളി നടക്കട്ടെ. രംഭ ചേച്ചിയെ കൊണ്ട് കളിപ്പിക്കാം. ആ വാക്കുകൾ കേട്ടപ്പോൾ വിക്രമിന്റെ നെഞ്ചിലൂടെ ഒരു ഭയം കടന്നുപോയി. എന്റെ ചേച്ചിയെ എനിക്ക് തന്നെ പേടിയാണ്, അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഗായത്രി ചെറുതായിട്ട് ചിരിച്ചു. നിനക്കറിയില്ലേ ചേച്ചിയുടെ സ്വഭാവം? അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേടിക്കുന്നത്. കുറച്ചു നിമിഷം ഇരുവരും മിണ്ടാതെ നിന്നു. ശേഷം ഗായത്രി വിഷയം മാറ്റി. അർജുൻ ദേവരയ്യരുടെ കേസിന്റെ കാര്യങ്ങൾ അറിഞ്ഞോ? ഇല്ല, ഞാനിപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. സമയമായില്ലല്ലോ. എന്തായാലും ഈ കേസ് അർജുൻ ദേവരയ്യരുടെ ജീവിതത്തില് ഒരു പൊൻതൂവൽ തന്നെയാകും അല്ലേ വിക്രം? അതെ. വിക്രം പതുക്കെ ചിരിച്ചു. അർജുൻ ദേവരയ്യർ എന്ന അഡ്വക്കേറ്റിന്റെ കിരീടത്തിലെ പൊൻതൂവൽ തന്നെയാകും ഈ കേസ്. അതെ അതെ. ആ ശരി, നീ കേസിന്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാല് എന്നെ വിളിക്കണേ. പിന്നെ ചേച്ചി വന്നാലും പറയണം കേട്ടോ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തതും വിക്രം ഒരു നിമിഷം അവിടെ തന്നെ നിശബ്ദനായി നിന്നു. വൈകുന്നേരം രംഭ വീട്ടിലെത്തും എന്ന ചിന്ത തന്നെ അവനെ അസ്വസ്ഥനാക്കി. അവൾ വീട്ടിലെത്തിയാൽ ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറും. ചിരിയും സംസാരവും എല്ലാം പെട്ടെന്ന് തന്നെ പോകും. അവളെ അച്ഛനും അമ്മയും വരെ പേടിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ വിക്രമിന് ചിരി വരാറുണ്ട്. സ്വന്തം മകളെ അച്ഛനും അമ്മയും പേടിക്കുമോ? ആ, അവളെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അവളെ പേടിയാണ്. രംഭയ്ക്ക് അച്ഛനെന്നോ അമ്മയെന്നോ പ്രത്യേക ബഹുമാനമൊന്നുമില്ല. ദേഷ്യം വന്നാൽ ചിലപ്പോൾ അച്ഛനോട് പോലും കൈ ഉയർത്താൻ അവൾ മടിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലുള്ളവർ എല്ലാം അവളോട് ഒരു അകലം പാലിച്ച് നിൽക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ വിക്രമിന് വലിയ അതിശയമൊന്നും തോന്നിയില്ല. ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്?
ആ ചിന്തയോടെ അവൻ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. കോളേജിന് മുന്നിലായി നിന്നിരുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നതും, എടാ, ഞങ്ങൾ ഇനി നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല കേട്ടോ, ഒരാൾ സംസാരത്തിനിടയിൽ പറഞ്ഞു. വിക്രം നെറ്റിച്ചൊളിച്ചു. എന്താ? അത് പിന്നെ വേറൊന്നുമല്ലടാ, നിന്റെ ചേച്ചി വരുന്നില്ലേ ഇന്ന്? വരുന്നുണ്ട്, വിക്രം മടുപ്പോടെ പറഞ്ഞു. അവർക്ക് ചിലപ്പോ ഇഷ്ടമായില്ലെങ്കിലോ? കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഓർക്കുന്നുണ്ടല്ലോ, മറ്റൊരാൾ പതുക്കെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും കുറച്ചു നിമിഷം നിശബ്ദമായി. അതുകൊണ്ടാ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞത്. നിനക്ക് ഞങ്ങളെ കാണണമെങ്കിൽ പുറത്തേക്ക് വാ, അല്ലെങ്കിൽ വിളിക്ക്, നമുക്ക് പുറത്ത് വെച്ച് കാണാം. നിന്റെ ചേച്ചിയുടെ അടുത്തേക്ക് വന്ന് പണി വാങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവൻ പറഞ്ഞതും എല്ലാവരും ചെറിയൊരു പേടിയോടെ ചിരിച്ചു. വിക്രം ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത്, എടാ, നിന്റെ ചേച്ചി അന്നൊരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചില്ലേ? ആ വാക്കുകൾ കേട്ട നിമിഷം വിക്രമിന്റെ മുഖം മങ്ങി. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ അവളുടെ വിവാഹാലോചന നടക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രമേ പൊള്ളിയുള്ളൂ. പക്ഷെ കാണുമ്പോൾ തന്നെ പേടിയാകും, സങ്കടവും തോന്നും. നമ്മൾ എത്ര ക്രൂരന്മാരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ പോലും തോന്നില്ല. പക്ഷെ ഇവന്റെ ചേച്ചിക്ക് വല്ലാത്തൊരു മനസ്സാണ്, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. മതി, നിർത്ത്, വിക്രം പെട്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ ശബ്ദത്തിലെ കടുപ്പം കേട്ട് എല്ലാവരും മിണ്ടാതെയായി. പക്ഷെ സത്യത്തിൽ ആ സംഭവം ഓർക്കുമ്പോൾ വിക്രമിനും ഭയമുണ്ടായിരുന്നു. രംഭയുടെ കണ്ണുകളിൽ പകർ നിറഞ്ഞ ആ ദിവസം അവൻ ഇന്നും മറന്നിട്ടില്ല. അതിനുശേഷം വിഷയം മാറാൻ എല്ലാവരും അർജുന്റെ കേസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പുതിയ കേസിന്റെ വിധി ഇന്നല്ലേ? അർജുൻ ദേവരയ്യരുടെ കേസല്ലേ? അദ്ദേഹം ഏറ്റെടുത്ത കേസുകളിലൊന്നും തോൽവിയുണ്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇതിനും തോൽവിയുണ്ടാകില്ല. എന്തായാലും റിസൾട്ട് അറിയാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. സമയം ആയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം, ഒരാൾ ആത്മാർത്ഥമായി പറഞ്ഞു. അർജുൻ കേസെടുത്തത് കൊണ്ട് എല്ലാവർക്കും വിശ്വാസമുണ്ട് അയാൾ ജയിക്കുമെന്ന്. അതെ, വിക്രം പതുക്കെ പറഞ്ഞു. അതേസമയം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുന്ന നന്ദിതയുടെ മനസ്സിൽ ഒരേ ഒരു പേര് മാത്രമാണ് വീണ്ടും വീണ്ടും മുഴങ്ങിയത്, രംഭ. ആ പേര് പോലും അവളുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും അവളെ ഇത്രത്തോളം പേടിക്കുന്നത് എന്തിനാണ്? വിക്രമിനെ പോലെയുള്ള ഒരാൾ പോലും അവളുടെ പേര് കേട്ട് വിറയ്ക്കുന്നത് എന്തിനാണ്? അതും സ്വന്തം സഹോദരിയായിട്ട് പോലും. ആ ചോദ്യങ്ങൾ നന്ദിതയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ശാലിനി അങ്ങോട്ട് വന്നത്. നന്ദ, നീ നേരത്തെ വന്നോ? നിന്റെ കാറ് പക്ഷേ അവിടെ കണ്ടില്ലല്ലോ. ഇല്ല, വീണ്ടും വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, അതുകൊണ്ട് ഓട്ടോയ്ക്കാ വന്നത്. ആ അതെയോ? ശാലിനി കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. പിന്നെ ഇന്ന് അർജുന്റെ കേസിന്റെ വിധിയല്ലേ വരുന്നത്? വീട്ടിലെല്ലാവരും ന്യൂസ് ചാനലിന്റെ മുന്നിൽ ഇരിക്കുകയാണ്, അവൾ ആവേശത്തോടെ പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്കൊക്കെ മൊബൈൽ നോക്കിയിരുന്നു. ഓൺലൈൻ മീഡിയക്കാരെല്ലാം അർജുനെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അത് കേട്ടപ്പോൾ നന്ദിതയുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അർജുൻ ഇപ്പോൾ എത്രത്തോളം ടെൻഷനിലായിരിക്കുമെന്ന ചിന്ത അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. പുറത്ത് കാണിക്കാതെ നിന്നെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അവനോടൊപ്പമായിരുന്നു. ക്ലാസ് തുടങ്ങാനുള്ള സമയം ആയതോടെ നന്ദിത ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴായിരുന്നു പിയോൺ വാതിക്കൽ എത്തിയത്. മാഡം, മാഡത്തിനൊരു കോളുണ്ട്. നന്ദിത അമ്പരന്നു. ആരാണ്? അറിയില്ല മാഡം, പ്രിൻസിപ്പൽ സാർ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അയാൾ പറഞ്ഞു മടങ്ങി. അത് കേട്ട നിമിഷം നന്ദിതയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി കണ്ട അനന്തികയും ചിരിച്ചു. നന്ദിത പെട്ടെന്ന് ക്ലാസ് റൂമിൽ നിന്നും ഇറങ്ങി പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് നടന്നു. പെട്ടെന്ന് ഇങ്ങനൊരു കോള്, ഇനി വീട്ടിൽ എന്തെങ്കിലും? അവളുടെ മനസ്സിലൂടെ ആ ചിന്തകൾ കടന്നുപോയി. ഒന്നാമത് നന്ദൻ വയ്യാതിരിക്കുകയാണ്, ഇനി അവനെന്തെങ്കിലും? അവൾ വെപ്രാളത്തോടെയാണ് കയറി ചെന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. മാഡത്തിനാണ് കോള്. നന്ദിതയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾ പതുക്കെ ഫോൺ ചെവിയിലേക്ക് വെച്ചു. നന്ദ. ആ ശബ്ദം കേട്ട നിമിഷം അവളുടെ കണ്ണുകൾ തിളങ്ങി. അച്ചുവേട്ടാ, ഞാനിപ്പോൾ കോടതിയിലേക്ക് കയറാൻ പോവാണ്, അവൻ ശാന്തമായി പറഞ്ഞു. ഭയങ്കര ടെൻഷൻ, അതുകൊണ്ട് നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല, അവൾ പതിയെ പറഞ്ഞു. നന്നായി പ്രാർത്ഥിച്ചിട്ട് കയറിക്കോളൂ. അവളുടെ ശബ്ദത്തിൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്, അതുകൊണ്ട് ഈ കേസ് നിങ്ങൾ ജയിക്കും, നന്ദിത പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ ഓർക്കൂ. മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ കണ്ണീരും അവൾ അനുഭവിച്ച വേദനയും അതെല്ലാം ഒരു നിമിഷം മനസ്സിൽ ഓർത്താൽ മതി. അർജുൻ മിണ്ടാതെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. ആ കുട്ടിയുടെ പ്രാർത്ഥനയും സാമീപ്യവും അച്ചുവേട്ടനോടൊപ്പം ഉണ്ടാവും. കാരണം അവളുടെ നീതിക്ക് വേണ്ടിയാണ് അച്ചുവേട്ടൻ പൊരുതുന്നത്. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അർജുന്റെ മനസ്സിലേക്ക് ഒരു ധൈര്യമായിട്ട് പകരുകയായിരുന്നു. കുറച്ചു നിമിഷം അവൻ മിണ്ടാതെ നിന്നു. ശേഷം വളരെ ശാന്തമായി പറഞ്ഞു. ഞാൻ ജയിക്കുന്നതിനേക്കാൾ ഉപരി ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം, എന്റെ സന്തോഷവും.
ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദിതയുടെ ഹൃദയം നിറഞ്ഞു. ഈ മനസ്സ് മതി, ഈ നന്മ മതി, എല്ലാം നന്നായി തന്നെ അവസാനിക്കും. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അർജുൻ സാറേ, ഇത്രയും നാള് സാറിന് ഇങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിലും വലിയ കേസുകള് വാദിച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇങ്ങനെ വിളിച്ച് സമാധാനപ്പെടുത്താൻ ഞാനും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ എന്താ ചെയ്തത്? അവൾ ചോദിച്ചത് കേട്ടപ്പോൾ അർജുൻ ചെറുതായി ഒന്ന് ചിരിച്ചു. അവളുടെ ഉദ്ദേശം അവന് മനസ്സിലായിരുന്നു. അവന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോ എന്റെ മനസ്സ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. മുഴുവനായും എന്റെ ഹൃദയം ഈ ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനും ഒറ്റയ്ക്ക് ചിന്തിക്കാനും എല്ലാത്തിനും കഴിവുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നാൾ മുമ്പ് ഒരു പെണ്ണ് അതെല്ലാം കട്ടോണ്ട് പോയി. അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പോ എന്നിൽ പകുതിയേ ഉള്ളൂ, ബാക്കി പകുതി അവളുടെ അടുത്താണ്. അതുകൊണ്ടാ അവളെ വിളിച്ച് അഭിപ്രായം ചോദിച്ചത്. അവളിലാണ് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നത്. നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാ ഇപ്പൊ ആശ്വാസമായോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആശ്വാസമായി, അർജുൻ പതുക്കെ പറഞ്ഞു. ഇപ്പോഴാണ് ആശ്വാസമായത്. അവൾ വീണ്ടും ചിരിച്ചു. എന്നാ പോട്ടെ, കേസ് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞ് ഫോൺ വെച്ചു. രണ്ടുപേരുടെ മനസ്സ് ആ സംസാരത്തിലൂടെ തന്നെ ഒന്ന് ശാന്തമായിരുന്നു. അതിലധികം ഒന്നും അർജുൻ ആ നിമിഷം ആഗ്രഹിച്ചിരുന്നില്ല. അവിടെ നിന്ന് നന്ദിത നേരെ സ്റ്റാഫ് റൂമിലേക്കാണ് പോയത്. പക്ഷേ അവൾക്ക് ക്ലാസ് എടുക്കാൻ മനസ്സിലായിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ കോടതിയിലായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ തലവേദനിക്കുന്നത് പോലെ തോന്നി. അവൾ പതുക്കെ ക്യാൻറ്റീനിലേക്ക് നടന്നു. ഒരു ചായ വാങ്ങി ഇരുന്ന് കുടിക്കുമ്പോഴായിരുന്നു ക്യാൻറ്റീനിലെ ടിവിയിൽ കോടതി ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നത്. അവൾ അത് നോക്കി ഇരിക്കുമ്പോഴായിരുന്നു ശാലിനി അവിടേക്ക് വന്നത്. ഞാൻ നിന്നെ സ്റ്റാഫ് റൂമിൽ നോക്കി, മായ ടീച്ചറെ പറഞ്ഞത് നീ ക്യാൻറ്റീനിലേക്ക് പോയി എന്ന്. അവൾ നന്ദിതയുടെ അടുത്തിരുന്ന്. എന്തുപറ്റി, ക്ലാസ് എടുത്തില്ലേ? എടുത്തു, പക്ഷെ നല്ല തലവേദന, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ശാലിനിയും സ്നാക്സ് വാങ്ങി അവളുടെ അടുത്ത് വന്നിരുന്നു. TV സ്ക്രീനിലേക്ക് നോക്കി. കോടതി പരിസരത്ത് നിന്ന് റിപ്പോർട്ടർമാർ സംസാരിക്കുന്ന ശബ്ദം ക്യാൻറ്റീനിൽ മുഴങ്ങുകയായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ വിധി വരുമെന്ന് കോടതിയിൽ നിന്നും ഇപ്പോൾ ലഭിച്ച വിവരം. അത് കേട്ടതും ശാലിനിയുടെ മുഖം ചൊളിഞ്ഞു. എന്റെ ദൈവമേ, 1 മണിക്കൂർ കൂടി എടുക്കുവോ? ടെൻഷൻ അടിച്ച് എന്റെ വിശപ്പ കൂടുന്നത്. അവൾ സ്നാക്സ് എടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ പോലും പറ്റുന്നില്ല. അവൾ വീണ്ടും ന്യൂസിലേക്ക് നോക്കി. ആ പെൺകുട്ടി അനുഭവിച്ച വേദന ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നും. അവളുടെ ശബ്ദത്തിൽ അമർഷം ഉണ്ടായിരുന്നു. ആ പ്രതികളും കൂട്ടുകാരും ഇപ്പോ നല്ല ടെൻഷനിലാണെന്ന് കേട്ടു. അവരുടെ പാരന്റ്സും കോടതിയിൽ എത്തിയിട്ടുണ്ടത്രേ. മിക്കവാറും തൂക്കുകയർ തന്നെയാവും കിട്ടുക. അതിനുവേണ്ടിയാണ് അർജുൻ വാദിക്കുന്നതെന്ന് കേട്ടു. നന്ദിത മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. ജീവപര്യന്തം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. ശാലിനിയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. ഇനി ഒരിക്കലും ഒരു പെണ്ണിനെ മോശമായി നോക്കാനോ അവളുടെ അനുവാദമില്ലാതെ തൊടാനോ ആരും ധൈര്യം കാണിക്കരുത്. നന്ദിത അവളെ നോക്കി. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, ഈ കേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് താൻ മാത്രമല്ലെന്ന്. സമൂഹത്തിലെ ഓരോ പെൺകുട്ടികളും, ഓരോ അമ്മയും, ഓരോ കുടുംബവും ഈ വിധിക്കായി കാത്തിരിക്കുകയാണെന്ന്. ഇനി ക്ലാസ്സിൽ പോയിരുന്നിട്ട് കാര്യമില്ല, ഇതറിഞ്ഞാലേ സമാധാനാവൂ. രാവിലെ എന്റെ അമ്മയും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടായിരുന്നു, ശാലിനി പറഞ്ഞു. പെൺമക്കളുള്ള എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന ഉണ്ടാകുമല്ലോ. ഉണ്ടാകും, നന്ദിത പതുക്കെ പറഞ്ഞു. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞതും മാധ്യമങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു. കോടതി ഇപ്പോൾ വിധി പറയാൻ പോവുകയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം നന്ദിതയുടെ ഹൃദയം പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. അവളുടെ കൈകൾ വിയർത്തു. പിന്നെ അടുത്ത നിമിഷം തന്നെ വാർത്ത പുറത്തു വന്നു. അർജുൻ ദേവരയ്യർ വിജയിച്ചു. 4 പ്രതികൾക്കും തൂക്കുശിക്ഷ. എത്രയും വേഗം ശിക്ഷ നടപ്പാക്കണമെന്ന് കോടതി. ക്യാൻറ്റീനിൽ ഒരു നിമിഷം നിശബ്ദത നിറഞ്ഞു. ശേഷം പലരുടെയും ശബ്ദങ്ങൾ ഉയർന്നു. ശാലിനി സന്തോഷത്തോടെ എഴുന്നേറ്റ്. യെസ്! നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ നെഞ്ചിലെ ഭാരം മുഴുവൻ ഒറ്റ നിമിഷം ഇറങ്ങിപ്പോയതുപോലെ തോന്നി. TV സ്ക്രീൻ മുഴുവൻ കോടതി പരിസരത്ത് നിന്നും പുറത്തേക്ക് വരുന്ന അർജുന്റെ ചിത്രങ്ങളായിരുന്നു. ഗൗരവമുള്ള മുഖം, അതേ ഉറച്ച നടപ്പ്. ഇയാൾക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കാൻ പാടില്ലേ? ശാലിനി ചോദിച്ചതും നന്ദിതയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം തന്റെ മുന്നിൽ ചിരിച്ചും കുസൃതി പറഞ്ഞും ഇരിക്കുന്ന അച്ചുവേട്ടിനെയാണ് അവൾക്കറിയുന്നത്. പിന്നെ ന്യൂസിൽ മറ്റൊരു ദൃശ്യം വന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അർജുന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവന്റെ കാലിൽ വീഴാൻ ശ്രമിച്ചു. പക്ഷെ അർജുൻ അവരെ പിടിച്ച് ചേർത്ത് നിർത്തി. ആ കാഴ്ച കണ്ടപ്പോൾ നന്ദിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അപ്പോഴായിരുന്നു അർജുൻ തന്റെ ജൂനിയറിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവളുടെ ഹൃദയം വീണ്ടും ശക്തമായി മിടിച്ചു. അടുത്ത നിമിഷം തന്നെ
അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ സ്ക്രീനിലേക്ക് നോക്കി. അച്ചുവേട്ടൻ. ആ സമയം ന്യൂസിൽ അവൻ ഫോൺ ചെവിയിലേക്ക് വെക്കുന്നത് കാണാമായിരുന്നു. ആ കോൾ തനിക്കുള്ളതാണെന്ന് മനസ്സിലായ നിമിഷം അവൾ ശാലിനിയെ നോക്കി. ശാലിനി ഇപ്പോഴും ന്യൂസിൽ മുഴങ്ങിയിരിക്കുകയാണ് എന്ന് കണ്ടതും നന്ദിത പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കോൾ എടുത്തതും അർജുന്റെ ശബ്ദം കേട്ടു. നന്ദ. അവളുടെ ഹൃദയം നിറഞ്ഞു. നിന്റെ പ്രാർത്ഥന കേട്ടു, അവൻ പറഞ്ഞു. അല്ല, അവൾ പതുക്കെ പറഞ്ഞു. ഒരുപാട് പേരുടെ പ്രാർത്ഥന. അവൻ ചിരിച്ചു. എനിക്ക് നിന്നെ കാണണം. അവൾ അമ്പരന്നു. ഇപ്പോഴോ? അതെ. അതെങ്ങനെയാ? എല്ലാവരും ഇന്ന് അച്ചുവേട്ടന് പുറത്ത് കണ്ടാല്, അതും എന്റെ കൂടെ കണ്ടാല് അത് ശരിയാവില്ല. പറ്റില്ല. ഇന്ന് ലഞ്ച് എനിക്ക് നിന്റെ ഒപ്പം കഴിക്കണം. അർജുൻ വാശി പിടിച്ചു. അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ കോളേജിന് പുറത്തുണ്ടാകും. ലഞ്ച് ബ്രേക്കിന് വന്നേക്കണം, കേട്ടല്ലോ. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. നന്ദിത കുറച്ചു നേരം ഫോൺ നോക്കി നിന്നു. അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അപ്പോഴായിരുന്നു ക്യാൻറ്റീനുള്ളിൽ നിന്നും ന്യൂസ് റിപ്പോർട്ടർമാരുടെ ശബ്ദം വീണ്ടും ഉയർന്നത്. നന്ദിത പതിയെ തിരിഞ്ഞ് വലിയ സ്ക്രീനിലേക്ക് നോക്കി. ശാലിനിയുടെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് തന്നെയാണ്. കോടതി പരിസരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളായിരുന്നു അതിൽ. മാധ്യമപ്രവർത്തകരുടെ നടുവിൽ അർജുൻ നിന്ന് സംസാരിക്കുന്നു. അവന്റെ മുഖത്ത് പതിവ് ഗൗരവം തന്നെ. അടുത്ത് ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അവൻ. ഈ വിധി ഒരു പെൺകുട്ടിയുടെ നീതിയാണ്. അർജുന്റെ ശബ്ദം സ്ക്രീനിൽ മുഴങ്ങി. ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ക്യാൻറ്റീനിൽ ഇരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. നന്ദിതയുടെ ഹൃദയം അഭിമാനത്തോടെ നിറയുകയായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം മാധ്യമപ്രവർത്തകരുടെ ഇടയിലൂടെ ഒരു സ്ത്രീ മുന്നോട്ട് നടന്നു വരികയായിരുന്നു. വളരെ മോഡേൺ സ്റ്റൈലിൽ ധരിച്ച സാരി, സ്ലീവ് ബ്ലൗസ്, കണ്ണുകളിൽ അസാധാരണമായ ആത്മവിശ്വാസം, മുഖത്ത് ചെറിയൊരു ചിരി. അവൾ നേരെ അർജുന്റെ അടുത്തേക്കാണ് നടന്നത്. മാധ്യമപ്രവർത്തകരെ വരെ വകഞ്ഞു മാറ്റി മുന്നോട്ടെത്തി. ആ സ്ത്രീ അർജുന്റെ മുന്നിൽ നിന്നു. അർജുൻ അവളെ നോക്കുക മാത്രം ചെയ്തു. പക്ഷേ അതിനു മുന്നേ അവൾ പുഞ്ചിരിയോടെ കൈനീട്ടി. കൺഗ്രാറ്റുലേഷൻസ് അർജുൻ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കൈ പിടിച്ചു. അർജുൻ സ്വാഭാവികമായി കൈകൊടുത്തു. ആ നിമിഷം തന്നെ അവൾ അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം മുഴുവൻ ക്യാമറ കണ്ണുകളും അവരുടെ നേരെ തിരിഞ്ഞു. മൈക്കുകൾ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് നീണ്ടു. മേഡം നിങ്ങള് സയന്റിസ്റ്റ് രംഭ ദേവേന്ദ്രനാഥ് അല്ലേ? മാഡം, അർജുൻ സാറുമായിട്ടുള്ള ബന്ധം എന്താണ്? ചോദ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉയർന്നു. ആ സ്ത്രീ ചെറിയൊരു പുഞ്ചിരിയോടെ അർജുന്റെ അരികിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. പിന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, അതെ, ഞാൻ രംഭ ദേവേന്ദ്രനാഥ്. ഞാനൊരു സയന്റിസ്റ്റാണ്. പിന്നെ അവൾ പുഞ്ചിരിയോടെ അർജുനെ നോക്കി. പിന്നെ ഞാൻ അർജുൻ ദേവരയുടെ ഫിയാൻസിയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം നന്ദിതയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ചെറുതായി വിറച്ചു. അവളുടെ മുഖത്തെ നിറം പതിയെ മങ്ങി. സ്ക്രീനിൽ രംഭ അപ്പോഴും അർജുന്റെ അരികിൽ തന്നെ നിന്നുകൊണ്ടിരുന്നു. മാധ്യമപ്രവർത്തകർ ആവേശത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മാഡം, വിവാഹം എപ്പോഴാണ്? ഇത് രണ്ട് കുടുംബാംഗങ്ങളും തീരുമാനിച്ച വിവാഹമാണോ? അർജുൻ സാർ, എന്തെങ്കിലും പറയാമോ? അർജുൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. പക്ഷേ മാധ്യമങ്ങളുടെ ശബ്ദത്തിൽ അവന്റെ വാക്കുകൾ വ്യക്തമായില്ല. ഹായ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മോനത് കണ്ടിട്ടുണ്ട്, അവൻ തന്നെ റിപ്ലൈ തരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത സ്റ്റോറിയുമായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ലവ് യു ഓൾ. ബൈ.